തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ താരങ്ങളാണ് രാംചരണും തമന്ന ഭാട്ടിയയും. ഇപ്പോഴത്തെ രാംചരണും തമന്നയും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയുടെ ഷൂട്ടിനിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയായി മാറിയിട്ടുള്ളത്. തമന്നയുടെ പുതിയ തെലുങ്കു ചിത്രം ഒഡേല 2-ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടെയാണ് നടിയും രാംചരണുമായി ബന്ധപ്പെട്ട ചില പഴയ പ്രശ്നങ്ങൾ ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയായി മാറിയത്. രാജ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന കാലത്ത് തെലുങ്കിലെ മെഗാ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന രാംചരണിനെ തമന്ന അവഗണിച്ചു എന്നാണ് പ്രചരിക്കുന്ന കാര്യങ്ങൾ. 2012 തമന്നയും രാംചരണും നായികയും നായകനുമായി എത്തിയ രാജ എന്ന സിനിമ റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് അക്കാലത്ത് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. സമ്പത്ത് നന്ദിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. 2012 പുറത്തിറങ്ങിയ രാജ തമന്നയുടെയും രാംചരണിന്റെയും ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ചിത്രങ്ങളിലൊന്നുമാണ്. പ്രത്യേകിച്ച് ഇരുവരുടെയും നൃത്തമൊക്കെ അക്കാലത്ത് ആരാധകർ ആഘോഷിച്ചിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് സമ്പത്ത് നന്ദിക്കൊപ്പം തമന്ന വീണ്ടും സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സിനിമയുടേതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സിനിമ അശോക് തേജയാണ് സംവിധാനം ചെയ്യുന്നത്. സമ്പത്ത് നന്ദി കഥ രചിച്ച് നിർമ്മിക്കുന്ന ചിത്രമാണ് ഒഡേല 2. സമ്പത്ത് നന്ദിയുമായി തമന്ന വീണ്ടും ഒന്നിക്കുന്നുവെന്ന് അറിഞ്ഞതോടെയാണ് രാജ സിനിമയുമായി ബന്ധപ്പെട്ട പഴയ കഥകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായത്. രാജയിലെ നായകനാണ് രാംചരൺ. എന്നിട്ടും ഷൂട്ടിനിടയിലെല്ലാം തമന്ന രാംചരണിനെ അവഗണിച്ചുവെന്നാണ് അന്ന് പ്രചരിച്ച റിപ്പോർട്ടുകൾ. രാജയിൽ നിരവധി ഡാൻസുകളുണ്ട്. എന്നാൽ തമന്നയും രാംചരണും പ്രത്യേകം പോയാണ് ഡാൻസ് പ്രാക്ടീസ് നടത്തിയതെന്നും പറയപ്പെടുന്നു. രാംചരണും തമന്നയും ഒരുമിച്ച് ഡാൻസ് റിഹേഴ്സൽ ചെയ്തത് ഒറ്റത്തവണ മാത്രമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. രാംചരണിനെ തമന്ന അന്ന് അവഗണിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ അക്കാലത്ത് രാംചരണിന്റെ ആരാധകർ തമന്നയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാംചരണിനൊപ്പം തമന്ന റിഹേഴ്സൽ ചെയ്യാഞ്ഞതിന്റെ കാരണം ചിരഞ്ജീവിയുടെ മകനായതുകൊണ്ട് ആ മാന്യത നൽകി തമന്ന മാന്യമായി അകന്നിരിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ചിരഞ്ജീവി നായകനായ ഭോളാശങ്കറാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത തമന്ന ഭാട്ടിയയുടെ തെലുങ്കു സിനിമ. മലയാളത്തിൽ ബാന്ദ്രയിലാണ് തമന്ന അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. വെബ് സീരീസുകളിലൊക്കെ താരം സജീവമാണ്. അതേസമയം സിനിമാ പാരമ്പര്യമുള്ളതിന്റെ പേരിൽ അഭിനയ രംഗത്തേക്കെത്തിയ താരപുത്രനാണ് രാംചരൺ തേജ. കഷ്ടപ്പാടുകൾ അധികം സഹിക്കാതെ സിനിമയിൽ എത്തുന്നവരാണ് താരങ്ങളുടെ മക്കളെന്ന് നിരന്തരമായി സിനിമാ പ്രേമികളും മറ്റുള്ള താരങ്ങളും ഒക്കെ കുറ്റപ്പെടുത്താറുണ്ട്. അതുപോലെ രാംചരണിനും സിനിമ എൻട്രി വളരെ എളുപ്പമായിരുന്നു. പക്ഷെ 2007 മുതൽ ഇതുവരെയുള്ള സിനിമാ ജീവിതം രാംചരണിന് ഒട്ടും എളുപ്പമായിരുന്നില്ലതാനും. ആദ്യകാലത്ത് പക്വതയില്ലാത്ത അഭിനയത്തിന്റെ പേരിൽ രാംചരൺ കേട്ട വിമർശനങ്ങൾക്ക് കണക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രോളുകളും ഏറ്റവും കൂടുതൽ കളിയാക്കലുകളും കേട്ട ഇന്ത്യൻ താരവും രാംചരൺ തന്നെയാകും. പക്ഷേ ആ അപമാനങ്ങളിൽ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിരുന്നു രാംചരൺ. RRRന്റെ റിലീസിന് ശേഷം ലോകമെമ്പാടും അറിയപ്പെടുന്ന ആരാധകരുള്ള താരമായി മാറി. ഇതുവരെ 15ഓളം സിനിമകളിലാണ് രാംചരൺ അഭിനയിച്ചത്. ഇന്ന് രാംചരണിന്റെ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ മുതൽ കേരളത്തിലടക്കം സിനിമാ പ്രേമികൾ അപ്ഡേറ്റിനും റിലീസിനുമായുള്ള കാത്തിരിപ്പ് തുടങ്ങാറുമുണ്ട്. മഗധീരയുടെ റിലീസിന് ശേഷമാണ് രാംചരണിന് കേരളത്തിൽ ആരാധകരുണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.